തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ട അവധിയെടുത്ത് ജീവനക്കാരുടെ പ്രതിഷേധം. സർട്ടിഫിക്കറ്റ് ആവശ്യവുമായി ബന്ധപ്പെട്ടെത്തിയവർ ജീവനക്കാരെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കടകംപള്ളി വില്ലേജ് ഓഫീസിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, കൂട്ട അവധി പ്രതിഷേധം എങ്ങനെയാണ് ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജിയ, ഞാനുള്ളത് ഈ കടകംപള്ളി വില്ലേജ് ഓഫീസിൽ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ അവധി ദിവസമോ ഞായറാഴ്ചയോ ഒന്നുമല്ല, പക്ഷേ ഇവിടെയുള്ള ഒരു ജീവനക്കാരും ഇന്നിവിടെ എത്തിയിട്ടില്ല എന്നതാണ്. ആ കൂട്ട അവധിയെടുത്ത പ്രതിഷേധമാണ്. പ്രതിഷേധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചില ആളുകൾ സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലേക്ക് എത്തിയിരുന്നു. പിന്നാലെ തന്നെ വില്ലേജ് ഓഫീസറുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നാലെ ഇവർ തമ്മിൽ ചില വാക്കേറ്റം ഉണ്ടാകുന്നു. അത് വില്ലേജ് ഓഫീസറെ തള്ളിമാറ്റുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഈ വില്ലേജ് ഓഫീസിലെ മറ്റ് ജീവനക്കാരടക്കം തഹസിൽദാർക്ക് പരാതി നൽകിയിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടാകാത്തതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ എല്ലാവരും കൂട്ട അവധി എടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നാലെ തന്നെ ഇവിടെ രാവിലെ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറുവിക്കൽ വില്ലേജ് ഓഫീസിലെ ഒരു ജീവനക്കാരനെ നിലവിൽ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവിടേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. സർ, ഇന്നലെയാണോ ഈ വിവരം അറിയുന്നത്? എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു? രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ 10 മണിക്ക് മുമ്പ് തന്നെ ഞാനിവിടെ എത്തി. അപ്പോൾ ചേച്ചിയും വന്ന് തുറന്ന് ഓഫീസിലിരിക്കുകയാണ്. ഇപ്പോൾ സാറ് ചെറുവിക്കൽ വില്ലേജ് ഓഫീസിലെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലല്ലോ. രാവിലെ മുതൽ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത്? അല്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിവിടെ ഓഫീസ് തുറന്നിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും അടച്ചിടാൻ പറ്റില്ലല്ലോ ഓഫീസ്. അതുകൊണ്ടായിരിക്കും എൻ്റെ ഇവിടെ തുറന്നിരിക്കാം, എൻ്റെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കാം. ഇന്ന് മുഴുവൻ ദിവസവും സാറിനോട് ഇവിടെ നിൽക്കാം? അതെ. സാറ് മാത്രമാണല്ലോ അല്ലേ ഇങ്ങോട്ടേക്ക് ഡെപ്യൂട്ടി? ഞാൻ മാത്രം. സുജയ, ഇതാണ് ഇപ്പോൾ ചെറുവിക്കൽ വില്ലേജ് ഓഫീസിലെ ഒരു ജീവനക്കാരനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഓഫീസ് അടച്ചിടാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാണാം, ഒഴിഞ്ഞ കസേരകളാണ് എല്ലായിടത്തും ഉള്ളത്. ഏകദേശം ഒരു 6-7 ജീവനക്കാർ, ഇവിടെ ജീവനക്കാർ വേണമെന്നൊരു ആവശ്യവും നേരത്തെ തന്നെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ജീവനക്കാരുണ്ടായിട്ടും ഈ 6-7 ഉള്ള ജീവനക്കാരുണ്ടായിട്ട് പോലും അവർ കൂട്ട അവധി എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിൽ അവർ പരാതി കൊടുത്തിരുന്നു, പക്ഷേ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ നിരവധി പേരാണ് പരാതികളുമായൊക്കെ തന്നെയും എത്തുന്നത്. പക്ഷേ ആർക്കും ഈ വില്ലേജ് ഓഫീസിലേക്ക് കയറി ഒരു ജീവനക്കാരനും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അതേറെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഈ രാവിലെ തന്നെ ഇവിടെ വന്നതാണ്. ചേട്ടാ, നേരത്തെ എത്തിയോ ഇവിടെ? നേരത്തെ എത്തി. ഞാൻ 2 ആഴ്ചയോളമായി ഇങ്ങനെ ഒരു കരന്തീരി രസീതിന് വേണ്ടി എനിക്കൊരു ട്രീറ്റ്മെൻറ്റ്, എൻ്റെ ഈ കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും ഒക്കെ ഫെയിലിയറായി അങ്ങനെ ബ്ലഡ് ഒമിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ. അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ 450 പേര് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അവർ കൃത്യമായ സമയമൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് 6 മാസത്തിനകം അത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ 6 മാസം പോലും ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ആണ് പറയുന്നത്. കാര്യം 4 വർഷം കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണോ ജീവനക്കാരൻ? അതെ, ഇവിടെ വന്നപ്പോൾ എന്നിട്ട് ഇന്നലെ എനിക്ക് കളക്ടറിൻ്റെ ഓഫീസിൽ നിന്ന് ഇനി ഇത് അർജൻറ്റ് റിപ്പോർട്ടാണെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട കളക്ടർ അത് ക്ലിയർ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നുള്ള ഇത് തരികയും ചെയ്തു. അതുകൂടെ കൊടുത്തപ്പോഴത്തേക്ക് അവർ എന്നെ ആദ്യം അത് കൈപ്പറ്റുകയും അതനുസരിച്ചുള്ളതൊക്കെ ഫോർവേഡ് ചെയ്തു. പക്ഷേ രണ്ടാമത് എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു അത് സുഖമില്ലാത്തത് കൊണ്ട് വരണ്ട, മോനെ ആരെങ്കിലും വിട്ടാൽ മതി, അതിലൊരു നമ്പർ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരികയും അതിൽ എന്തോ അവർ പറയുന്ന ഒരു LA നമ്പർ എന്ന് പറയുന്നു. പക്ഷേ 125 വർഷത്തിന് മുമ്പൊക്കെയുള്ള അതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് ഇന്ന് രാവിലെ കുഴപ്പമൊന്നുമില്ല, ഇന്ന് രാവിലെ തന്നെ തഹസിൽദാർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കി വയ്ക്കാം, നിങ്ങൾക്ക് ഇന്ന് തന്നെ തരാനുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് എൻ്റെ കൂടെ ഈ ചതിവ് ചെയ്തേക്കുന്നത്. ഇന്ന് തരുമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഇവിടേക്ക് വന്നത്. എന്നിട്ട് എൻ്റെ അതും +2 പഠിക്കണ മോനാണ് എന്നെ സ്കൂട്ടറിലിരുത്തി, അതും വിറച്ചാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ കൊണ്ടുപോകും. എന്തായാലും ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ അവർക്ക് ആ റിപ്പോർട്ടെങ്കിലും ശരിക്കും ആരുടെയെങ്കിലും കൈവച്ച് അത് കൊടുത്ത് അത് എന്തെങ്കിലും രീതിയിൽ ഒന്ന് തരാമായിരുന്നു. കാരണം ഒരു ജീവൻ്റെ പ്രശ്നമാണെന്നുള്ള റിപ്പോർട്ട് ഞാൻ കളക്ടർക്ക് സമർപ്പിച്ച കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. സുജ, ഇതാണ് പ്രശ്നം. ഇദ്ദേഹത്തിനെ പോലെ നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ
ഒന്നും ചെയ്യാൻ കഴിയാത്ത, ആരെയും കാണാൻ പറ്റാത്തൊരു സാഹചര്യം, ചിലർ അവധിയെടുത്തൊക്കെ തന്നെയും അവരുടേതായ കാര്യങ്ങൾ, സാധാരണക്കാരാണ് അവരൊക്കെ തന്നെയും ഇവിടെ എത്തുന്ന വില്ലേജ് സാഹചര്യമുണ്ട്. ഓഫീസിലാണ് പക്ഷേ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സേവനങ്ങൾക്കായി എത്തിയവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് സുനിഷ ഇപ്പോൾ അവിടെ നിന്ന് വിശദീകരിച്ചത്.